തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ് മാംഗോ പപ്പഡ്. മാങ്ങാ തിര എന്നും പറയും. പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു ഡിഷാണ്. ഇതിന് വേണ്ട നല്ല പഴുത്ത മാങ്ങയാണ്. ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി തോല് ചെത്തി എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. ഇത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ കഷ്ണങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ നന്നായി അരച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി തന്നെ അരച്ചെടുക്കണം. മിക്സിയിൽ അരച്ചെടുത്ത മാംഗോ പൾപ്പാണിത്. മാംഗോ പപ്പഡ് തയ്യാറാക്കാൻ വേണ്ടി അരച്ച് വെച്ച മാംഗോ പൾപ്പ് ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് എടുക്കാം. അതിലേക്ക് 1 കപ്പ് ഷുഗർ, 1 സ്പൂൺ ലെമൺ ജ്യൂസ്, കുറച്ച് സോൾട്ട് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്ത ഈ മാംഗോ പൾപ്പ് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. വേവിക്കുമ്പോൾ ചെറിയ തീയിലിട്ട് തന്നെ വേവിക്കണം. ഒരു 20 മിനിറ്റ് എങ്കിലും ഇത് വേവിച്ചെടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. കൈയെടുക്കാതെ തന്നെ ഇളക്കണം. പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് നന്നായി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് പാത്രത്തിൽ നിന്നും വിട്ടു പോകുന്ന ഒരു പരിവാവും. ആ സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ച് വയ്ക്കാൻ ഒരു പരന്ന പാത്രത്തിൽ നെയ്യ് നന്നായിട്ട് പുരട്ടിയെടുക്കണം. അതിലേക്കാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ മാംഗോ പൾപ്പ് ഒഴിച്ച് വയ്ക്കുന്നത്. ഇനി ഇത് നന്നായി പരത്തിയെടുക്കണം. തിൻ ലെയറായിട്ട് പരത്തിയെടുക്കണം. ഇതൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചിലപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ ആ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. തയ്യാറാക്കി വെച്ച മാംഗോ പപ്പഡ് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. പൊടിയും പ്രാണിയും ഒന്നും ആവാതിരിക്കാൻ നെറ്റ് വെച്ച് മൂടിയിട്ടുണ്ട്. ഇങ്ങനെ 2 ദിവസം നല്ല വെയിൽ കൊള്ളിക്കണം. 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത മാംഗോ പപ്പഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പ്ലേറ്റിൽ നിന്ന് അടർത്തിയെടുക്കാം. ഒരു കത്തി കൊണ്ട് ജസ്റ്റ് അതൊന്ന് സൈഡിലൂടെ അങ്ങനെ പൊതിച്ച് കൊടുത്താൽ അത് അടർന്നു പോരും. ഇനി പെട്ടെന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേറ്റിൽ നെയ്യ് പുരട്ടിയത്. അപ്പോൾ ഭംഗിയുള്ള മാംഗോ പപ്പഡ് റെഡി ആയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് കത്തി കൊണ്ട് മുറിച്ചെടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു ഡിഷ് തന്നെയായിരുന്നു ഇത്. മാമ്പഴമൊക്കെ ഒരുപാട് കിട്ടുമ്പോൾ അതിൻ്റെ പഴച്ചാറെടുത്ത് ഇതുപോലെ പഞ്ചസാരയും ചെറുനാരങ്ങയൊക്കെ മിക്സ് ചെയ്ത് ഒരു പായയിലൊക്കെ ഇട്ട് ഉണക്കിയെടുക്കും. ഒരു 4-5 ദിവസം നന്നായി വെയിൽ കൊള്ളിച്ച് ഉണക്കി അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ അത് കേടുവരാതെ കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും. കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ കുറേ ദിവസം അവരത് യൂസ് ചെയ്യുമായിരുന്നു. തയ്യാറാക്കുമ്പോൾ നമ്മൾ നല്ല പഴുത്ത മാമ്പഴം, നാരില്ലാത്ത മാമ്പഴമാണ് എടുക്കേണ്ടത്. ഈ നാരുള്ള മാമ്പഴമാണെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ മുറിച്ച് നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ അത് മുറിച്ചെടുക്കാം. നല്ല ഭംഗിയുള്ള മാംഗോ പപ്പഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. മുറിച്ച് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുക.
എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. Super. Super.